ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. വൈൽഡ് കാർഡും കാര്യങ്ങളൊക്കെ നാളെയാണ് കയറുന്നത്. അതൊക്കെ നാളെയാണ് കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ അത്യുഗ്രം പ്രൊമോ തന്നെ പറയാം. അത്യുഗ്രം പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്ന പ്രൊമോ. അപ്പോൾ അതിൽ നമ്മുടെ ലാലേട്ടനാണ് ഹീറോ. നമ്മൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ലാലേട്ടൻ തന്നെയാണ് ഹീറോ എന്ന് പറയണം. കാരണം എല്ലാ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാമെന്നാണ്. അത് ഇപ്രാവശ്യം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ. ആ പ്രൊമോയിൽ കാണിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ലാലേട്ടൻ വന്നിട്ട് ഭയങ്കര നല്ല ബീജിയംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ആളെ ചോദിക്കുകയാണ്, ഗ്യാസിൻ്റെ പ്രശ്നമാണ് എടുത്തിടുന്നത്. അതായത് ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് പോകുന്ന കാര്യം, അത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ആ ബിഗ് ബോസിലുള്ള ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു കാര്യമാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ചോദ്യം ചെയ്യുന്നുണ്ട്. ജിൻഡോനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരോടൊക്കെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യമുനേനെ, അതുപോലെ തന്നെ ശ്രീരേഖനെ, ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ എന്നോട് എന്തോ പറയാനുണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് ജാസ്മിനെ വിളിച്ച് നിർത്തുന്നുണ്ട്. നമ്മളന്ന് വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ്, ജാസ്മിൻ ഒരു ഗ്യാസ് കുറ്റിയല്ലേ ഉള്ളൂ എന്നോ അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല. എന്നിട്ടും ഗ്യാസ് അവർ കൊണ്ടുവന്നതല്ലേ അതോ നമ്മൾ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കൺഫ്യൂഷനായിട്ടും ടെൻഷൻ അടിച്ചിട്ട് ജസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അവിടുന്ന് തന്നെ വ്യക്തമായിരുന്നു ഇത് ഓണാക്കി ഇട്ട ആളെന്ന് പറയുന്നത് ജാസ്മിനാണ്. പക്ഷേ നമ്മുടെ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ട ചോദിക്കണ സമയത്ത് പരുങ്ങി കളിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്നാണ് ഇവള് പറഞ്ഞേക്കുന്നത്, അതായത് ജാസ്മിൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് എന്ത് ചെയ്തു, പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് ആരാണെന്ന് നോക്കാം, അവിടെ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആരാണ്, ജാസ്മിൻ തന്നെയാണ് അതെന്തായാലും ഓപ്പൺ ആക്കി ഇട്ടിട്ട് പോയത്. അപ്പൊ അത് ആണ് ഇന്നത്തെ പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു കാര്യം തന്നെയാണ്. അവിടെയുള്ള ആ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് പൊട്ടിത്തെറിച്ചിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ അത്രയും വലിയൊരു ദുരന്തമായിട്ട് മാറേണ്ട ഒരു സംഭവമാണത്. അതൊരിക്കലും നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ലാലേട്ടൻ അതെടുത്ത് ചോദിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അതെന്തായാലും നല്ല രീതിയിൽ, വലിയ രീതിയിൽ തന്നെ അതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. പ്രൊമോയിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും എപ്പിസോഡിൽ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നും. ഇപ്പൊ സ്ഥിരമായിട്ട് വരുന്ന എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡുകളിലും ലാലേട്ടൻ വന്നിട്ട് പറയുന്നത് മെയിനായിട്ട് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ജാസ്മിനോടായിരിക്കും. കാരണം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണിക്കണേന്ന് സത്യം പറഞ്ഞാലും ഇപ്പോഴും ജാസ്മിന് വലിയ ബോധവും ഇല്ലാന്ന് തോന്നുന്നു. കാരണം എവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ജാസ്മിന് വലിയ ബോധവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നും. ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ജാസ്മിൻ. അപ്പോൾ ക്യാപ്റ്റൻ ആയ ശേഷം ഇനി എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് അത്രയും നല്ല രീതിയിൽ ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല തകർത്തിട്ടുണ്ട്. ലാലേട്ടൻ തകർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.